ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. 2025 മിഥുന മാസം വന്നെത്തുകയാണ്. അപ്പം ഈ ഒരു മിഥുന മാസത്തിൽ പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ വളരെയധികം അനുകൂലമായി വരുന്ന 7 നക്ഷത്രക്കാര്. അവർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു ദൈവാധീനം കടാക്ഷിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. 2025 മിഥുന മാസം വന്നെത്തുകയാണ്. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്ന 3 നക്ഷത്രക്കാർക്ക് ആദിത്യപരമായിട്ടുള്ള അനുഗ്രഹം, അതുപോലെ ശിവഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും ഈ ഒരു മിഥുന മാസത്തിൽ ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് നോക്കാം. മകയിര നക്ഷത്രം, തിരുവാതിര, ഉണർദം നക്ഷത്രം. ഈ 3 നക്ഷത്രക്കാർക്ക് ആദിത്യ ഭഗവാന്റെ, അതായത് സൂര്യഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അതുപോലെ ശിവ ഭഗവാന്റെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നു. അതോടുകൂടി ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ്. ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഈ ഒരു മാസം നിങ്ങളെ ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള ഉന്നതി, ചെയ്ത് പകുതിയാക്കിയ കാര്യങ്ങളൊക്കെ ആ ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്ത് തീർക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ദൈവാധീനം, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട് പണിയുന്നവർക്കും വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ആ ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. അപ്പം വിവാഹപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഞാനിപ്പോ പറഞ്ഞ 3 നക്ഷത്രക്കാർക്ക് ദിവസവും ശിവപഞ്ചാക്ഷരം ജപിക്കുക, വിളക്ക് തെളിയിച്ച് 108 തവണ ജപിക്കുക. അതുപോലെ തന്നെ ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുക. ജപാകുസുമ സങ്കാശം കാശിപേയം മഹാദിത്യം തമോരും സർവ പാപഗ്നം പ്രണതോസ്മി ദിവാകരം. ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നോക്കിക്കൊണ്ട് ആ ഒരു ആദരവോടുകൂടി ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. അപ്പം ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രം ദർശനം നടത്തുക, യഥാശക്തി വഴിപാട് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല ദൈവാധീനവും നിറഞ്ഞു നിൽക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് 2025 ഈ മിഥുന മാസത്തില് ധനപരമായിട്ടുള്ള ഉയർച്ച, ധനനേട്ടമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം, ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു, ധനപരമായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം നികത്താൻ പറ്റിയ ഒരു മാസമായിട്ടാണ് ചതയ നക്ഷത്രക്കാർക്ക് കാണുന്നത്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നു. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസം. ചതയ നക്ഷത്രക്കാര് മഹാലക്ഷ്മി അഷ്ടകം ദിവസവും വിളക്ക് തെളിയിച്ച് ശുദ്ധിയോടുകൂടി 3 തവണ ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം. അതുപോലെ തന്നെ കുടുംബ ക്ഷേത്രത്തില് ദർശനം നടത്തുക. പ്രാർത്ഥനാ വേളയിൽ കുടുംബദേവിയെ ആ ഒരു ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും, പുതിയതായിട്ട് ബിസിനസ് ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാസവുമായിട്ടാണ് ചതയക്കാർക്കും ആ ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നത്. അടുത്ത 3 നക്ഷത്രക്കാർക്ക്, ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്ത 3 നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമി കടാക്ഷം, അതുപോലെ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും മഹാലക്ഷ്മി അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം. ഈ 3 നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ, കാര്യങ്ങളെല്ലാം മാറുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാസം. അതുപോലെ തന്നെ കുടുംബത്തുള്ള നല്ല രീതിയിലുള്ള സമാധാനം, ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അപ്പം
ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഈ 3 നക്ഷത്രക്കാര് ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും മഹാലക്ഷ്മി അഷ്ടകവും ദിവസവും ജപിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രം ദർശനം നടത്തുക. അങ്ങനെ ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുക. പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 7 നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് 2025 മിഥുന മാസം. ഈ 7 നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതായത് മകയിരം, തിരുവാതിര, പുണർദം, ചതയം നക്ഷത്രം, അശ്വതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും എൻ്റെ ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു നെഗറ്റീവായിട്ടുള്ള പാപഗ്രഹ വീക്ഷണം അങ്ങനെയുള്ള ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് തികച്ചും സൗജന്യപരമാണ്. എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ ആവശ്യങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരം നേടാൻ വേണ്ടി അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.